കോഴിക്കോട് പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി ലഭിച്ചു. നഴ്സുമാരെയും ഡോക്ടർമാരെയുമാണ് പ്രോസിക്യൂട്ട് ചെയ്യുക. സംഭവത്തിൽ കുന്നമംഗലം കോടതിയിൽ 2 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കും. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ്, വിവരങ്ങൾ. ലക്ഷ്മി, കഴിഞ്ഞ 2017 നവംബർ 30 ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്ന ഹർഫീനയുടെ, അതായത് പ്രസവ ശസ്ത്രക്രിയയുടെ 3ാമത്തെ പ്രസവ ശസ്ത്രക്രിയയുടെയാണ് വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവം ഉണ്ടായിരുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ ഈ ശസ്ത്രക്രിയ വഴി ഈ കത്രിക പുറത്തെടുത്തിരുന്നു. ഈ യുവതിയുടെ ഒരു പരാതിയിന്മേൽ അന്നത്തെ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തന്നെ വിദഗ്ധ സമിതിയെയും രൂപീകരിച്ചിരുന്നു ഈ വിഷയം അന്വേഷിക്കുന്നതിന് വേണ്ടി. എന്നാൽ അന്വേഷണം കാര്യമായ പുരോഗതിയില്ലെന്ന് ഒരു ആക്ഷേപിച്ചുകൊണ്ട് തന്നെ ഈ യുവതി ഹർഷീന നിരാഹാര സമരത്തിലേക്ക് അടക്കം കടന്നിരുന്നു. തുടർന്ന് 100 ദിവസത്തോളം ഇവർ സമരം നടത്തിയിരുന്നു മെഡിക്കൽ കോളേജിന് മുമ്പിലടക്കം. തുടർന്നാണ് ഈ സമ്മർദ്ദത്തിന്റെ ഭാഗമായി തന്നെ ഈ ഒരു അന്വേഷണ സംഘം ഒരു പുതുക്കിയ പ്രതിപട്ടിക കോടതിയിൽ സമർപ്പിച്ചിരുന്നു. കുന്നമംഗലം കോടതിയിലാണ് കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു പ്രതിപട്ടിക സമർപ്പിച്ചത്. ഈ പ്രതിപട്ടികയിൽ 2 ഡോക്ടർമാരും 2 നഴ്സുമാരുമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിനുള്ള അനുമതിക്കായി പോലീസ് ആസ്ഥാനം സമർപ്പിച്ചിരുന്നു. അത് സർക്കാരിനെ കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു വിഷയത്തിലും അലംഭാവം വന്നതോടുകൂടി തന്നെ വീണ്ടും ഇവർ സമരത്തിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 28 ഈ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഈ റിപ്പോർട്ട് കിട്ടിയാൽ ഉടനടി നടപടി സ്വീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരുന്നു. എന്നാൽ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അലംഭാവത്തിന്റെ സാധ്യത ഉണ്ടായിരുന്നു. തുടർന്ന് ഈ നവകേരള സദസ്സിന്റെ, അതായത് ഇന്ന് ഡിസംബർ 23 ഈ സെക്രട്ടേറിയറ്റ് പഠിക്കലടക്കം ഇവർ നിരാഹാരം നടത്താനുള്ള ഒരു തീരുമാനം ഉണ്ടായിരുന്നെങ്കിലും തുടർന്ന് മന്ത്രിയുമായുള്ള ചർച്ചയുടെ ഭാഗമായി തന്നെ ആ ഒരു തീരുമാനം മാറ്റുകയായിരുന്നു. ഈ ഒരു വിഷയത്തിലാണ് ഇപ്പോൾ ഡോക്ടർമാരെയും നഴ്സുമാരെയും പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ കുന്നമംഗലം കോടതിയിൽ 2 ദിവസത്തിനകം തന്നെ ഈ വിഷയത്തിൽ കുറ്റപത്രം സമർപ്പിക്കും എന്ന് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നു. ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.